ആരെടുത്തത്? ശരി, ഇനി മാറി. മഹാനായ നടൻ മോഹൻലാൽ ഇരുപതാം. അതിനുശേഷം ആയിരങ്ങൾ തിയേറ്ററിന്റെ ഇരുട്ടിലിരുന്ന് ആരും അറിയാതെ കരഞ്ഞു. പറ്റിയ താരമായി നെറ്റ്ഫ്ലിക്സിന്റെ ആഗോളതലത്തിലുള്ള ഇംഗ്ലീഷ് ഇതര ഭാഷകളുടെ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിച്ച മൂന്നാമത്തെ ചിത്രമായി മിന്നൽ മുരളി മാറി. ആദ്യ പ്രദർശന ദിനമായ 2021 ഡിസംബർ 24-ന് 5.9 ദശലക്ഷം മണിക്കൂറുകളാണ് ആഗോളതലത്തിൽ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ പ്ലേ ചെയ്യപ്പെട്ടത്. ചെങ്ങന്നൂരിന്റെ സ്നേഹാദരങ്ങൾ. മധ്യ തിരുവിതാംകൂറിനോട് ഹൃദയഭാഷണം നടത്തുന്നതിനായി പ്രിയങ്കരനായ ടോവിനോ തോമസ് എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ചേച്ചിമാരെ, അനിയത്തിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, മറ്റു പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം തോന്നി ഇന്നിവിടെ വന്ന് നിറഞ്ഞ സദസ്സും അതോടൊപ്പം നിറഞ്ഞ പുഞ്ചിരികളും കാണുമ്പോൾ എൻ്റെ മനസ്സും നിറയാറുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എന്നെയും കൂടെ ഈ ഭാഗമാക്കിയത്. കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ചെങ്ങന്നൂരിലേക്ക് എന്ന ആ ടാഗിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇത്രയധികം ആളുകളുടെ പ്രാതിനിധ്യമുള്ള പുസ്തകമേള, സിനിമകളെ പറ്റിയിട്ടുള്ള, സിനിമകളുടെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, ഫ്ലവർ ഷോ, സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ, എന്തൊരു മനോഹരമാണ് സരസ്വതിയുടെ ഈ ആശയം തന്നെ. അത് ഗംഭീരമായിട്ട് ഈ 13 ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കിയ പ്രിയപ്പെട്ട ചെങ്ങന്നൂരുകാർക്ക് നന്ദി, അഭിനന്ദനങ്ങൾ. സ്ത്രീ സംരംഭത്തിനെ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കാനും ഇതിന് രണ്ടിനും വേണ്ടി ആണ് സരസ്വേല നടക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമത്തിന്, ആ ഗ്രാമത്തിലെ ആളുകളെ പ്രവർത്തിപ്പിക്കാൻ ഇതുപോലുള്ള മേളകൾ, ഇതുപോലുള്ള കൂട്ടായ്മകൾ എത്രത്തോളം സഹായകരമാണ് എന്ന് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മുമ്പേ ഇവിടെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ലാലേട്ടൻ വന്നു, എൻ്റെ മറ്റു പല സുഹൃത്തുക്കളും വന്നു. 2 ദിവസം മുമ്പ് ബേസിലും വന്നു. ബേസിനെ വെച്ച് ബേസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബേസിൽ പറഞ്ഞു അവരോട് വന്ന് ഉഗ്ര ക്രൗഡായിരുന്നു, ഇവിടെ ഇളക്കി മനസ്സിലാണ് പോയത് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആളുകളുടെ ആവേശവും ആ എനർജിയെ പറ്റി പറഞ്ഞു. ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ ഞാനും ആ എനർജിയും ആ ആവേശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തന്നെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളെനിക്ക് തരുന്ന ഈ ആർപ്പുവിളികൾ, ഈ സ്നേഹം തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഇതിന് തിരിച്ച് ഒരുപാട് സ്നേഹം, 1000 ഉമ്മ. ഈ സ്നേഹത്തിലൊക്കെ പകരം നൽകാൻ ഞാൻ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള
സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം, വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, തുടർന്ന് ഉണ്ടാവും. അതാണ് ഈ സ്നേഹത്തിന് ഞാൻ തിരിച്ചു നൽകുന്ന എൻ്റെ സ്നേഹം എല്ലാവരും സ്വീകരിക്കുന്നത്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വകുപ്പും എല്ലാം ഒത്തുചേരുന്ന ഈ ഒരു ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം വേറെ, അല്ലാതെ ഒരു ഓർഗനൈസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ. അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളണ്ടിയേഴ്സിനോടും ഇതിനു വേണ്ടി കല്ലുപോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഒപ്പം എന്നെ ഇവിടെ വിളിച്ചതിന്, എന്നെയും കൂടെ ഈ വലിയ ആഘോഷത്തിൻ്റെ ഭാഗമാക്കിയതിന് ഇതിൻ്റെ സംഘാടകരോടും നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ ഗംഭീര ആഘോഷമായിട്ട് സരസമേള നടത്താൻ സാധിക്കട്ടെ. എൻ്റെയും അതിൻ്റെ ഭാഗമാക്കും. വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വരും, ഈ ആഘോഷത്തിൻ്റെ ഭാഗമാവും. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എല്ലാവർക്കും നല്ലതുമാണ്. എല്ലാവരോടും ഫ്രണ്ടിൽ കയറല്ലേ പ്ലീസ്. ഓക്കെ.